നമസ്കാരം. നാളെ ഇടവമാസം 29-ാം തീയതിയാണ് മൂലം നക്ഷത്രം. ഇംഗ്ലീഷ് മാസം വരുമ്പോൾ ജൂൺ 12 വ്യാഴാഴ്ച. നാളത്തെ ദിവസഫലം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നാളത്തെ ദിവസം പരമപ്രധാനമായ പല കാര്യങ്ങളും നടക്കാൻ ഭാഗ്യം തെളിയുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. 4 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം, അതായത് ജൂൺ 12 വ്യാഴാഴ്ച ദിവസം വളരെയധികം മാറ്റങ്ങളുള്ള സമയമാണ്. ദിവസഫലം പറയുമ്പോൾ വളരെയധികം മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്ന 4 രാശിയിലുള്ള നക്ഷത്രക്കാർ. ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ ഇതൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് വന്നണയും. നാളത്തെ ദിവസം ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ പോകുന്ന ആ ക്ഷേത്രങ്ങൾ കൂടി ഒന്ന് ദർശിച്ചാൽ ഇരട്ടി നേട്ടമായിരിക്കും. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടാകും. നാളെ പരമപ്രധാനമായ ചില സൈൻ ചെയ്യാൻ, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വർക്കുകൾ, അതൊക്കെ സൈൻ ചെയ്യാനായിട്ടുള്ള നല്ലൊരു സമയമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക്. വളരെ ഭാഗ്യമാണ് നാളത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നാളത്തെ ദിവസം ജീവിതത്തിൽ ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ, ദമ്പതികൾക്കിടയിൽ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രശ്നമോചനമുണ്ടാകും. സന്തോഷം, ദാമ്പത്യപരമായി സന്തോഷമുണ്ടാകും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ യോഗം, അതായത് പെണ്ണ് കാണാൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷൻ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നാളത്തെ ദിവസം നല്ലതാണ്. അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പെണ്ണ് കാണൽ ചടങ്ങ് വിവാഹത്തിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കും. ഏറെ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രമോഷനുള്ള ചില കാര്യങ്ങൾ നാളെ തീരുമാനമാകും. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റത്തിനുള്ള ചില കാര്യങ്ങൾ, അതായത് ഒരുപാട് നാളായി ട്രാൻസ്ഫർ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. വീടിനോട് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാൻസ്ഫർ ലഭിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുള്ള ഉത്തരവുകളൊക്കെ നാളത്തെ ദിവസം ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളൊക്കെ കേൾക്കാതെ മുന്നോട്ട് പോകാനായി നാളെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കർമ്മമേഖലയിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസം അതുവരെ കേട്ട, അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള സമയങ്ങളിൽ കേട്ട വിമർശനങ്ങളെയൊക്കെ പാടെ മാറ്റി പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ നേട്ടം ഒക്കെ കൊയ്യാനായി സാധിക്കുന്നതാണ്. കരാറടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നിയമനം സ്ഥിരപ്പെടുന്ന, അതായത് പെർമനൻ്റ് ആകുന്ന പല കാര്യങ്ങളും നാളത്തെ ദിവസം തീരുമാനത്തിലൊക്കെ എത്തുന്നതാണ്. അതൊക്കെ സൈൻ ചെയ്യേണ്ടതായ സമയമൊക്കെ നാളെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നാളെ ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വരും. പണം ചിലവാക്കേണ്ടതായൊക്കെ നാളത്തെ ദിവസം വരും. അപ്പോൾ സന്താനങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നാളത്തെ ദിവസം ഉത്തമ തീരുമാനം എടുക്കേണ്ടതായ അവസ്ഥകൾ സംജാതമാകും അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കടകം രാശിക്കാർക്ക് കർമ്മസംബന്ധമായി അഭിവൃദ്ധി ഉണ്ടാകും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകും. ഇതുവരെ തൊഴിലില്ലാതെ വിഷമിച്ച ആളുകൾക്ക് നാളെ തൊഴിലുമായി ബന്ധപ്പെട്ട ചില അപ്പോയിൻമെൻറ്റ് ഓർഡറുകളൊക്കെ വരാനും, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ മുഖേന ഒരു ജോലി തരപ്പെട്ട് നിനക്കുടനെ തന്നെ എൻ്റെ കൂടെ വരൂ, ഞാൻ ജോലി ശരിയാക്കി തരാം എന്നുള്ള ചില ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാൻ യോഗമുണ്ടാകും. ഗൃഹനിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം അത് പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ അത് തുടങ്ങാൻ, വീണ്ടും ആ പണി തുടങ്ങാനുള്ള പല കാര്യങ്ങളും ഒക്കെ നടപ്പിലായി വരുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാനസിക പ്രതിസന്ധികൾ, ടെൻഷനുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ ടെൻഷനുകളൊക്കെ ഒഴിവാക്കാനുള്ള
കാര്യങ്ങൾ നാളത്തെ ദിവസം ചെയ്യാൻ സാധിക്കും. പ്രയാസമെന്ന് തോന്നി മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും വളരെ അനായാസം ചെയ്തു തീർക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസ യാത്രകൾ ചെയ്യാനും സുഹൃത്തുക്കളോടൊപ്പം നല്ല സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ചിലവഴിക്കാനും ആ നിമിഷങ്ങൾ ഇനി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കത്തക്ക വണ്ണമുള്ള പല മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കും. ജീവിത പങ്കാളിയുമായി അല്പ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി നാളെയുണ്ട്. അപ്പോൾ കുടുംബത്തിൽ അല്പം വഴക്ക്, അതായത് ഭാര്യ ആണെങ്കിൽ ഭർത്താവുമായിട്ടോ ഭർത്താവാണെങ്കിൽ ഭാര്യയുമായിട്ടോ, അപ്പോൾ ആ ഒരു വഴക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് അല്പം ഒരു കശപിശയിലേക്കൊക്കെ പോകാൻ അത് നാളത്തെ ഒരു ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് തലേ ദിവസം അറിയുന്നത് കൊണ്ട് ചെയ്യേണ്ടത് നാളത്തെ ദിവസം, അതായത് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരായ ആളുകൾ ദമ്പതികൾക്കിടയിൽ അനാവശ്യ സംസാരങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. ഇത്രയും ചെയ്താൽ മതി. അല്ലാതെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വളരെ നല്ല ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് നാളെ. വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് പുതിയ ചില കാര്യങ്ങളൊക്കെ തുടങ്ങാൻ നല്ല സമയമാണ്. എഴുത്ത് കാര്യങ്ങളൊക്കെ, അതായത് കവിതയൊക്കെ എഴുതുന്ന ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നാളത്തെ ദിവസം പുതിയ ആശയങ്ങളൊക്കെ രൂപം കൊള്ളുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും ആ ആശയങ്ങൾ നാളെ നിങ്ങളുടെ ഉള്ളിൽ രൂപം കൊള്ളുന്ന ആശയം നിങ്ങൾ എഴുതി ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ ആക്കി എന്തെങ്കിലുമൊക്കെ മാറ്റുമ്പോൾ അത് ഭാവിയിൽ വളരെ ആദരവും നേട്ടത്തിനും കാരണമാകും. കാരണം നാളത്തെ ദിവസം കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പുതിയൊരു സൃഷ്ടിയുടെ സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ആശയങ്ങളൊക്കെ എത്തുന്നതാണ്. അപ്പോൾ അത് ആ ഒരു സമയത്തെ മുതലാക്കാനായി ശ്രമിക്കേണ്ടതാണ്. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിൻ്റെ ഉത്തരവുകൾ നാളെ ലഭിക്കാനുള്ള ഒരു സമയമുള്ളതാണ്. കൂടാതെ നാളത്തെ ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ അത് വളരെയധികം ഫലം നൽകും. നാളത്തെ ദിവസം നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യം ഫലം കാണുന്നതാണ്. നാളത്തെ ദിവസം വയറുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങളൊക്കെ വരാൻ, ചില ഉദരവൈഷമ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ നാളത്തെ ദിവസം വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സഹോദരസ്ഥാനീയരായ ആളുകളിൽ നിന്ന് സഹായം ലഭിക്കും. സഹോദരസ്ഥാനീയരായ ആളുകൾ ഗൃഹത്തിലെത്താനും അവരുമായി സന്തോഷിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടാകും. നാളെ ചില കാര്യങ്ങളിൽ അല്പം ആത്മവിശ്വാസക്കുറവ് തോന്നുകയാണെങ്കിൽ അത് ഭയപ്പെടേണ്ട. ഏത് കാര്യവും ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്തി ചെയ്യുകയാണെങ്കിൽ വിജയത്തിൽ തന്നെ എത്തുന്നതാണ്. കാര്യങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനും നാളെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെയും ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ച് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെയും സാധ്യമാകും. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്ക് അല്പം അധിക ചിലവുകളൊക്കെ വരാനുള്ള സാധ്യത നാളത്തെ ദിവസമുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകളിലേക്ക് പോകാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കുക. പുതിയ ഗൃഹത്തിലേക്കൊക്കെ മാറി താമസിക്കാൻ പാലുകാച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നാളെ നല്ലൊരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. അല്ലെങ്കിൽ പുതിയതായി നാളത്തെ ദിവസം ഗൃഹം വിട്ട് മാറി താമസിക്കേണ്ടതായോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യമായി, അതായത് ഇപ്പോൾ ലീവ് കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് പോകുന്നവരാണെങ്കിലും നാളെ ഗൃഹം വിട്ട് മാറി താമസിക്കേണ്ടതായ അവസ്ഥ വരും. ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും നാളെ വിജയം ഉറപ്പാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ, മേലിൽ ഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള പല കാര്യങ്ങളും നാളത്തെ ദിവസം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഗൃഹത്തിലേക്ക് ബന്ധുക്കൾ വരാനുള്ളതും ബന്ധു സമാഗമത്തിൻ്റെ സമയമാണ് നാളത്തെ ദിവസം. ഒരു സന്തോഷം, ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലൊരു സന്തോഷം, ഒരാളനക്കം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അവസരം നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായുള്ള വിഷമതകളെ ഒരു പരിധി വരെ നാളത്തെ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറികടക്കാനായി കഴിയും. അത്രയ്ക്ക് പല സാമ്പത്തിക മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വന്നണയുന്നതാണ്. അപ്പോൾ നാളെ ജൂൺ മാസം 12-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസം. നാളത്തെ ദിവസഫലമാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്ന 4 രാശിയിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിച്ചത്.